ഹായ്, ഞാൻ സല്ലു. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ നടവയലിൽ ജോൺസൺ സാറിൻ്റെയും മിനി മാഡത്തിൻ്റെയും മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ കാഴ്ചയാണ്. ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഒരു വശങ്ങളിലായിട്ട് നിറയെ ഓറഞ്ച് പൂക്കൾ പൂത്തൊലഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് ലില്ലി വർഗത്തിൽപ്പെട്ട ബാർബഡോസ് ലില്ലിയാണ്, അല്ലെങ്കിൽ ഈസ്റ്റർ ലില്ലി. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ ഓശാന ലില്ലി, അല്ലെങ്കിൽ ഏപ്രിൽ ലില്ലി, കൊക്കോവ ലില്ലി, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ ബൾബ് ഉപയോഗിച്ചാണ് നമ്മൾ നടുന്നത്. വളരെ കുറച്ച് കെയർ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈസ്റ്റർ ലില്ലി. അതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെ കൊടുത്താൽ മതി. ഒരുപാട് രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഇതിൻ്റെ ബൾബ് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല റിവ്യൂ ഉള്ള സൈറ്റുകളിൽ നോക്കി വാങ്ങിക്കുക. കാരണം ഇതിൻ്റെ ബൾബ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമുക്ക് നേരിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കിഴങ്ങുകൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനിയും ഇവിടുത്തെ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് മാരിഗോൾഡ് ആണ്. നമ്മുടെ നാട്ടിൽ ബന്ദിച്ചെടി എന്ന് പറയും. നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ കിട്ടുന്നതാണ്. ഇപ്പം നഴ്സറികളിൽ ഇതിൻ്റെ ഒരുപാട് പൊക്കം വെക്കാത്ത ചെടികൾ കിട്ടും. എപ്പോഴും പൂക്കൾ തരുന്ന ബന്ദിച്ചെടി ഈ ഒരു വശങ്ങളിലായിട്ട് വെക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. പൂക്കളിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പം വളരെ സന്തോഷമാണ്. ഇവിടെ എല്ലാ തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. കോളിഫ്ലവർ ആണെങ്കിലും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം പച്ചക്കറികളും ഇവിടെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് കലേഡിയമാണ്. കലേഡിയത്തിന് എപ്പോഴും നല്ലൊരു ഭംഗിയാണ്. കാരണം അതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. മാവിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു നല്ല കാഴ്ചയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമായിട്ടുള്ള. നമുക്കൊരു പോസിറ്റീവ് വൈബിന് ഉപരിയായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരിടവും കൂടി ആയിരിക്കണം നമ്മുടെ ഗാർഡൻ. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇലകളുടെ പ്രത്യേകതയാണ് ശരിക്കും. കാരണം നമ്മളുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനെക്കാട്ടിലും ഭംഗി തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ക്രോട്ടൺ പ്ലാന്റ്സ് എല്ലാം തന്നെ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും അന്നൊക്കെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, പലപ്പോഴും വെട്ടിക്കളയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ക്രോട്ടൺസ് പ്ലാന്റ്സ് നമ്മുടെ പോട്ടിൽ വളരെ മനോഹരമായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിൽ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞ മീനുകളാണ് കൂടുതലായിട്ടുള്ളത്.
ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. നാട്ടിൻപുറങ്ങളിൽ നമ്മൾ സാധാരണ ഇപ്പം കാണാറില്ലാത്ത കോഴിക്കൂടും ഊഞ്ഞാലും അതുപോലെ തന്നെ തേനീച്ചകളുടെ കൂടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രാവും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതലും ഫോളിയേജ് പ്ലാന്റ്സ് ആണ്, ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത്. അതെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചരിഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പിൽ തന്നെയാണ് ടേർട്ടിൽ വൈന് നല്ല പോലെ വളർത്തിയെടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരിക്കും. കാരണം വൈകുന്നേരങ്ങളിൽ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ബുക്സൊക്കെ വായിച്ച് ഇവിടെ വന്ന് കിടക്കാനും, അതുപോലെ ഇവിടെ സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ടേർട്ടിൽ വൈനാണ് കിടക്കുന്നത്. നമുക്ക് ടേർട്ടിൽ വൈൻ വളർത്തുമ്പം ഏറ്റവും നല്ല ഒരു കാര്യം, നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും അതിനെ വെട്ടി നിർത്താം എന്നതാണ്. അധികം കെയറും ഫെർട്ടിലൈസറും ഒന്നും വേണ്ടാത്ത പ്ലാന്റാണ് ടേർട്ടിൽ വൈൻ. നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ വളർത്തിയിടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡൻ കാണാനായിട്ട്. ഇനിയും വീടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബോട്ടിൽ അഗ്ലോണിമാസ് ഉണ്ട്. അഗ്ലോണിമ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എൻ്റെ കുട്ടിക്കാലത്തും ഒക്കെ ഒരുപാട് മൽബറിയൊക്കെ നമ്മളിങ്ങനെ പല വീടുകളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്ന് പക്ഷേ അത്രയും കാഴ്ചകൾ വളരെ കുറവാണ്. പേര ഒരുപാട് കായ്ച്ചു നിൽപ്പുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വിശപ്പടക്കുന്ന ആദ്യം പോയി പേരയും മാങ്ങയും ഒക്കെ നമ്മുടെ ചുറ്റും കാണുന്ന ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം അകത്താക്കുന്നത്. നമ്മളുടെ കുട്ടിക്കാലത്തെ പോലെ അനുഭവങ്ങൾ നമ്മളുടെ കുട്ടികൾക്കും ഇതുപോലെ വിഷരഹിതമായിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ നടുക. ജാമ്പയ്ക്കയാണെങ്കിലും അല്ലെങ്കിൽ പേരയ്ക്കയാണെങ്കിലും മാവും എല്ലാം നമുക്ക് ചുറ്റും നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കായ്ഫലങ്ങൾ നമ്മുടെ കുട്ടികളും കഴിച്ചു വളരട്ടെ. ഇനി നമുക്ക് ഗാർഡൻ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.